മഴയൊന്ന് ഇരുത്ത് പെയ്തപ്പോഴത്തേക്കും നല്ല ജലദോഷം തുമ്മലായിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞൊരു കുളിയും പാസ്സാക്കിയതിന് ശേഷം ഉച്ചയൂണിനുള്ള പരിപാടികളാണ്. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ കറി വെക്കാൻ കിട്ടിയേക്കുന്നത് നല്ല അടിപൊളി കണ്ണാത്തിയാണ് കേട്ടോ. നല്ല പച്ച മീനാണ്. അമ്മ അത് അവിടെ ഇരുന്ന് നന്നാക്കുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും അമരപ്പയറിൻ്റെ തലയും വാലൊക്കെ ഒന്ന് ഉള്ളി കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് നല്ല കിടിലൻ ഒരു മോരുകറി വെക്കാമെന്ന് കരുതി. ഈ ഒരു മീനിൻ്റെ കൂടെ മോരുകറി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കുമ്പളങ്ങി ഇട്ടിട്ടുള്ള മോരുകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇതാ വറക്കാനുള്ള മീനൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വിനാഗിരിയും കുറച്ച് ചതച്ച വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അതങ്ങോട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻകറി ഇവിടെ കുറച്ച് നാളികേരമൊക്കെ അരച്ച് കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തതാണ്. ഈ മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അതിൻ്റെ ചാറൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ചോറുണ്ണാനായിട്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ടേക്കുന്ന അമരപ്പയർ കഴുകി വാല വെച്ച് നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചതച്ച മുളകും ഉള്ളിയൊക്കെ നിറയെ ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ അമരപ്പയറും മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ട എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉണക്കപ്പയറും കൂടി കുത്തി കാച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കറികളും കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കേ വേണ്ടു. എല്ലാ കറികളും ഓരോന്നോരോന്നായിട്ട് വിളമ്പി കൂട്ടത്തിൽ നമ്മുടെ പപ്പടം കൂടി എടുത്ത് ഒന്ന് പൊടിച്ച് കൂട്ടി കുഴച്ചുരുട്ടി അങ്ങോട്ട് കഴിച്ചപ്പോഴുണ്ടല്ലോ അന്തസ് ഉച്ചയൂണായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ചേട്ടാ ബൈ.